അതൊക്കെ നയൻതാരുടെ കൂടെ ഒരു അമ്മായിയല്ല, നയൻതാരുടെ പാട്ടി പാട്ടി എന്റെ മോളുടെ അതാ ഇപ്പൊ ഇത് രണ്ടും പുതിയ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നവരാണ്. പക്ഷെ അവര് ഇന്ന് ഇവര് രണ്ടുപേരും ഇവന്റെ സമിതിയിൽ ഉള്ള പിള്ളേരാണ്. എല്ലാം ആർട്ടിസ്റ്റുകളാണ്, എല്ലാം ആർട്ടിസ്റ്റുകളാണ്. എല്ലാ അത് അവന്റെ പല്ലൊക്കെ ഞാനാ പഠിപ്പിച്ചത്. അവരൊക്കെ ഇതിന്റെ അനുഭവം ഉള്ളവരാണ്. അവർക്കൊക്കെ നല്ല താല്പര്യമാണ്. ഞാനിപ്പോ ഇവനെ ചേർത്തുന്നുള്ളൂ. DXനെ പറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ആരോടും പറയാനുള്ളതായിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് DXN. ഞാനിതിൽ രണ്ട് കാര്യമാണ് മനസ്സിലാക്കിയത്. കാരണം ഒന്ന്, നമ്മളുടെ ശരീരത്തിൽ നമുക്ക് വേണ്ടതായത് സംഭവങ്ങൾ നമ്മളുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടും. കാരണം നമ്മൾ ഇന്നെല്ലാം കഴിക്കുന്നത് വിഷമാണ് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ പോകണു, ചെന്നുടനെ അവർ പറയും ദേഹത്ത് എന്തൊക്കെ മല, മൂത്രം, രക്തം എന്നുള്ള എന്തൊരു വെള്ളം ശരീരത്തിൻ്റെയൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാം ടെസ്റ്റ് ചെയ്ത് അവർ റിസൾട്ട് തരും. അതിനവർ കുറേ മരുന്ന് എഴുതി തരും, നമ്മളതെല്ലാം കഴിക്കും. പിന്നെയും നമ്മൾ എന്താ കഴിക്കുന്നത്? പിന്നെയും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ വിഷം തന്നെയാണ് അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മാറ്റം കിട്ടാൻ ഈ DXൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ ഞാൻ കൊടുത്ത പിള്ളേർക്ക്, മെമ്പർഷിപ്പ് എടുക്കാത്ത പിള്ളേർ എൻ്റെ ഇരത്തുനിന്ന് അതിൻ്റെ ഞാൻ പറഞ്ഞ നിങ്ങളിത് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് പറ്റും കിട്ടാൽ മതി. ഞാൻ നിർബന്ധിക്കില്ല, നീ ഒരു കാര്യത്തിൽ ഞാൻ ആരെയും നിർബന്ധിക്കില്ല. കാരണം ഉപയോഗമില്ലാത്തൊരു സാധനമാണെങ്കിൽ ഞാൻ അവർക്ക് നല്ല എണ്ണയോ മാനയോ മയ്യോ പൊന്നേന്നൊക്കെ വിളിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ട് അവർ ഞാൻ ചോദിക്കും, അയ്യോ എന്തിനാണ് ചേച്ചിയെ, ഇല്ല എന്തിനാ ലീലാമ്മേ ഞങ്ങൾ ഇത് കൊണ്ടുപോയി വലിച്ചിട്ടുന്നു. അത് കേൾക്കാൻ എനിക്ക് വയ്യ. അതെനിക്കൊരു അനുഭവം ഉണ്ടായിട്ട് ചുരുക്കി പറയാം. ഒരു പരസ്യം ചെയ്തു, ഒരു സോപ്പ് പൊടിയുടെ. ഒന്ന് ഞാൻ ട്രെയിനിൽ പോകുന്ന സമയം, അയ്യോ മാഡം അടിപൊളിയായിട്ട് പരസ്യം ഇട്ടോ. ഓക്കെ താങ്ക് യു. സോപ്പ് പൊടി കൊള്ളൂലേ? സത്യം ട്രെയിൻ എനിക്കുണ്ടായ അനുഭവമാണ്. സോപ്പ് പൊടി കൊള്ളൂലായിരുന്നു. ഞാൻ എന്തൊരു കൊള്ളാം. പിന്നെ അതുകൊണ്ട് ഞാൻ ഒരു പ്രൊഡക്റ്റും ഞാൻ അതുപോലെ പറയാറില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിടത്തോളം നല്ല സാധനമാണ്. ഞാൻ ഇതിന്റെ ഉപയോഗിക്കാത്തൊരു സാധനം ഇല്ലേ, RJJയുടെ അതിന്റെ ജ്യൂസ് പേരുകളൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ നോക്കേണ്ടി വരും. കാരണം പിന്നെ ആദ്യമായിട്ട് സ്പൈ അതിന്റെ ഞാൻ ചായ അങ്ങനെ കുടിക്കൂല. അതിൻ്റെ കോഫി സ്പൈ ആണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത്. പിന്നെ അതിൻ്റെ സോപ്പ്, അതിൻ്റെ വെളിച്ചെണ്ണ. ഇപ്പം എനിക്ക് കറിയൊന്നും വേണ്ട, ഞാൻ ഈ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കും, ഇച്ചിരി ഉപ്പും കൂട്ടും, അത് കഴിക്കും. എന്നാലും കറിയിൽ ഉള്ളത് നമുക്ക് എന്തായാലും ഇത് വിഷം തിന്നണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ ഇതിനെ അതിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഒരെണ്ണം കട്ട് ചെയ്ത് അതിലിടുക കുപ്പിയിൽ. പിന്നെ മറ്റേ റോസ് സ്പൈസസ്, ഇത് ബ്ലാക്ക് ടീ എന്നൊക്കെ അതിലുണ്ട്. അതും ഇട്ട് ഒരു കുപ്പിയിൽ വെള്ളം കുലുക്കിയിട്ട് അത് നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ സാധാ വെള്ളം കുടിക്കൂല, എനിക്ക് ഭയങ്കര മടിയ വെള്ളം കുടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇതാകുമ്പോൾ വെള്ളം കുടിച്ചോളൂ. അതിപ്പോഴും ഉണ്ട്, എൻ്റെ വണ്ടിയിലുണ്ട്, ആ കുപ്പിയിലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പറയുമോ നിങ്ങളൊക്കെ DXN ആണ്. പിന്നെ എൻ്റെ ഈ കൈമുള്ളൊരു കറുപ്പ് ഇത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ DXൻ്റെ സോപ്പ് വാങ്ങിക്കൊണ്ട് വെച്ച് പലർക്കും കൊടുത്തു. ഞാൻ ഈ ഖാദിയുടെ 3 സോപ്പ് ഒരുമിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ലേ, അപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ലായിരുന്നു. അതുള്ള സത്യം പറയണം. ഞാൻ ഒരു 14 ദിവസമായി എനിക്ക് പ്രൊഡക്റ്റ് കഴിച്ച് എൻ്റെ കാലിൻ്റെ വേദന മാറി. ഇപ്പോൾ ഒരു അഹങ്കാരം തോന്നി ചെറുതായിട്ട്. മായ സീരിയലിന് പോയപ്പം പോയി 2 ഹീലുള്ള ചെരുപ്പ് എടുത്തു. വർഷങ്ങളായി ഞാൻ ഹീൽ ഉപയോഗിക്കാണ്ടായിട്ട്. ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം എൻ്റെ കാശ് കുറച്ച് വൈദ്യന്മാർക്ക് തിന്നാം, ഡോക്ടർമാർക്ക് കൊടുക്കാറില്ല. വൈദ്യന്മാർക്ക് കൊടുക്കാൻ അവർക്ക് മുട്ടിക്കിടക്കുമായിരുന്നു. അങ്ങനെ ഹീലുള്ള ചെരുപ്പ് ഇട്ടു. അത് 2 ദിവസം കൊണ്ട് അതേപടിയായി. പിന്നെ ഒന്നിൽ നിൽക്കുന്നില്ല. പിന്നെ എനിക്കെന്ന് പറഞ്ഞു വർക്കിന് പോകണ്ടേ. അപ്പോൾ ഞാനൊരു തിരുമാൻ വേണ്ടിയിട്ട് ഞാൻ തിരുമിക്കാറുണ്ടായിരുന്നു നേരത്തെ. ചെന്നപ്പോൾ ഞാൻ ഈ 14 ദിവസം അവിടെ കിടന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറിയ സോപ്പല്ലേ കൊണ്ട് പണ്ട് ഈ ശ്വാസം മുട്ടിന് ഈ ഇത് വലിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് വലിച്ചിരുന്ന ഒരു ചെറിയ ഡപ്പ ഉണ്ടായിരുന്നു, നല്ല ചെറിയതാണ്. അതിനകത്ത് ഈ ഒരു സോപ്പ് ഇട്ടുണ്ട്. 14 ദിവസം അത് തേച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞു, അയ്യോ ചേച്ചിയുടെ കൈ നല്ല ആ കറുപ്പൊക്കെ പോയല്ലോ. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് നോക്കണത്. അപ്പോൾ ഇതുപോലെയായി. ഇപ്പം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനത് കൊടുത്ത കുട്ടി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അത് നീയല്ല. അപ്പോൾ വേറൊരു കൊച്ചവൻ പറഞ്ഞു അവൻ്റെ ഇവിടെയൊക്കെ കറുപ്പുണ്ടായിരുന്നു, അത് പോയി. അവന് പല്ലിൻ്റെ മോണപ്പഴുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പേസ്റ്റ് കൊടുക്കുമ്പോൾ പറയണേ പല്ലുവേദന മാറിയില്ലേ, നിങ്ങൾ പേസ്റ്റ് എടുത്തു, പൈസ തരണ്ടാണ്. എനിക്ക് ധൈര്യമായിട്ട് കൊടുക്കണം. അങ്ങനെ എനിക്ക് കൂടുതലൊന്നും പറയാനായില്ല. പക്ഷേ എനിക്ക് ക്ലാസ് കേൾക്കണമെന്നുണ്ട്, ഇതിൽ നന്നായിട്ട് വരണമെന്നുണ്ട്. അന്ന് പറഞ്ഞതുപോലെ അവരുടെ മുന്നിൽ പോയിട്ട് 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് അവരുടെ അത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. എന്തായാലും എല്ലാവർക്കും വിശ്വസിച്ച് ഉപയോഗിക്കാം.
DXN. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂടി നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് കാശും ഉണ്ടാക്കാം. കാരണം എൻ്റെ തൊഴിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ആര് ചെയ്യുന്ന തൊഴിലാണെങ്കിലും എന്നും ഒരേപോലെ ചെയ്യാൻ പറ്റൂല. ചെറുപ്പത്തിൽ ചെയ്യുന്നത് പോലെ കുറച്ച് വയസ്സാകുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്നാണെങ്കിൽ പെൻഷൻ പറ്റി, വേറെ ഉള്ളതെന്നാണെങ്കിൽ ഇപ്പം എൻ്റെ തൊഴിലാണെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ ഞാൻ ഈ കൂതറ വേഷം ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പിടിച്ചിരിക്കുന്നത്, ചെയ്യാൻ പറ്റൂല. അപ്പോഴും നമുക്ക് ജീവിക്കണം അല്ലേ? അപ്പം നമുക്ക് ജീവിക്കാൻ ഇതിൽ ഒരു ഇൻകം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ്. അതിനകത്ത് വർക്ക് ചെയ്താൽ, അല്ലാണ്ട് ഞാൻ DXNലുണ്ട് എനിക്ക് ഇൻകം കിട്ടുമെന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നാൽ ആരും കൊണ്ടു തരില്ല. വർക്ക് ചെയ്യാൻ തയ്യാറാണോ ഇൻകം കിട്ടും ഞാൻ മനസ്സിലാക്കി. പക്ഷേ എനിക്കങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഈ മാസം എൻ്റെ ഇതിൽ വന്ന് കിടക്കുന്നുണ്ട് 1153 രൂപ. ഇപ്പോൾ ഈ മാസം വന്ന് കിടക്കുന്നുണ്ട് 5000 ചില്ലാനം രൂപ. വന്നപ്പോൾ ഞാൻ അമ്പിളിനെ വിളിച്ചു പേടിച്ചിട്ട്, എടി അമ്പിളി എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് DXN ഇത് എന്താണ്? അപ്പോൾ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട, അത് ചേച്ചി ഇങ്ങനെ വാങ്ങിച്ചതിനുള്ള ഇതാണ്, സത്യം പറയാം. അപ്പോൾ ഇനിയിപ്പോൾ 10 ലക്ഷം വന്നാൽ എനിക്ക് പേടിയൊന്നും. അതുപോലെ ഞാൻ ചേർത്തുന്നവരൊക്കെ 10 ലക്ഷം വരെ വർക്ക് ചെയ്യടാ. പിന്നെ നീ ജഗന്നാഥ കലാപീഠത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് മാത്രം നുള്ളി കൂട്ടിയാൽ വരൂല. അല്ല, അത് അവനോട് ചാടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. വേറൊരാളോട് ഞാൻ അങ്ങനെ, കാരണം അവനെ ചാടിച്ചില്ലെങ്കിലേ അവൻ നിങ്ങളെ മൊത്തം ചാടിക്കും. അപ്പൊ അവനെ ഒതുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും മുന്നിൽ അവനെ ഒതുങ്ങൂല. ഒതുങ്ങും, എന്റെ മുന്നിൽ അവനെ ഒതുങ്ങിയില്ലെങ്കിൽ. ഒരു 2 ആഴ്ചയൊക്കെ ഞാൻ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എനിക്കതില് വിശ്വാസമൊന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ മുട്ടം വഴക്കുണ്ടായി. അതൊരു കല്യാണ സ്ഥലത്ത് ചെന്നപ്പോ അത് സത്യം. അദ്ദേഹത്തിന്റെ ഇപ്പൊ അവൻ താഴെ ഇരിക്കുക, ശിവുണ്ട്, അവനിപ്പോ പനി. അവിടെ എത്തുമ്പോഴേക്കും അവൻ ഇവിടെ കിടക്കും. അതുപോലെയാണ്, ഒട്ടും ഒരു ധൈര്യം തന്റെ ഇടം ഇല്ലാത്തതാ. അപ്പോൾ ഇവൻ്റെ പെങ്ങളുടെ കല്യാണം ഞാൻ ചെന്ന്, അപ്പോൾ അമ്പിളിയുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ എന്തോന്ന് ഇവനോട് പറഞ്ഞു തന്നപ്പോൾ ഇവൻ പറഞ്ഞു, പിന്നെ എനിക്കതൊന്നും തേച്ചിട്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങോട്ടൊരു ദേഷ്യം. കാരണം ഞാൻ കണ്ടതാണ് ഒരു ഇച്ചിരി മാറ്റങ്ങളുണ്ട്. ഈ പല്ലിൻ്റെ ഈ കളറൊന്നും കാണലേന്ന്. അവൻ്റെ പല്ലാണോ വേറെ എന്തോ എടുത്തു വെച്ചതാണോ എന്നല്ല, അതുപോലൊരു ചുവപ്പ്. അതേടെ 4 കഷ്ണം മാത്രം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ചുവപ്പ് കഷ്ണം. അപ്പൊ മാറിയിട്ട് ഇവരങ്ങോട്ട് പറഞ്ഞു, മതി നിർത്ത്, എന്നോട് ഇനി സംസാരിക്കാൻ വേണ്ടായിരുന്നു. ഭയങ്കര വഴക്കായി. അപ്പം അമ്പിളി അപ്പോൾ പറഞ്ഞു ഏതോ ഒരാൾ കൊണ്ട് പറഞ്ഞത്. അപ്പോൾ തന്നെ അമ്പിളിനെ വിളിച്ചു, അമ്പിളി നീ ആർക്കാ ഇത് കൊടുത്തത്, ആരാ ഇവനോട് പറഞ്ഞു, അവനിപ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അല്ലേ, ഉള്ള കാര്യമാണെങ്കിൽ പറഞ്ഞോട്ടെ, ഇല്ലാത്ത ഇപ്പം എല്ലാം. അതുപോലെ ഞാൻ ബിനീഷ് കുമാറിനെ വിളിച്ചു, എനിക്ക് കിട്ടിയില്ല സാറിനെ. ഒരു കാര്യം ചോദിക്കാണ്ട്, ഒരു ഇതിൻ്റെ തന്നെയാണ്, വേറെ ഒരാൾ ചോദിച്ചേ. അതിന് മറ്റേ പൈൽസിൻ്റെ അസുഖമുണ്ട്, പിന്നെ വേറെന്തോ